സിദ്ധു ഇനി മുതൽ നാട്ടിൽ തന്നെ കെയർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് പോന്നതാണ്. 2 നില അത്യാവശ്യം വലിയ ഒരു വീടിൻ്റെ മുൻപിൽ അവരുടെ കാർ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സിദ്ധുവും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സെറയും പുറത്തേക്കിറങ്ങി. പുറത്ത് കാറിൻ്റെ സൗണ്ട് കേട്ട് ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും 2 പേർ പുറത്തേക്കിറങ്ങി വന്നു. സെറ അവരെ കണ്ടു പാറു അമ്മേ എന്ന് വിളിച്ചു. അവരുടെ അടുത്ത് തന്നെ ഓടിച്ചെന്നു അവരുടെ വയറിൽ ചുറ്റിപ്പിടിച്ചു. അവരുടെ കവിളിൽ ഉമ്മ കൊടുത്തു. പാർവതി ചെറുപുഞ്ചിരിയോടെ അതിയായ വാത്സല്യത്തോടുകൂടി സെറയുടെ തലയിൽ തഴുകി. കാർത്തിക് കെയർ ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷ്യനാണ്. കാർത്തിക്കിൻ്റെ ഭാര്യ പാർവതി കോളേജ് അധ്യാപികയാണ്. അവർക്ക് 2 മക്കൾ. മൂത്തയാൾ സിദ്ധാർത്ഥ് സിദ്ധു, രണ്ടാമത്തെയാൾ താമര താമു. ആൾ സെറയുടെ പ്രായമാണ്. സെറയുടെ കട്ടച്ചങ്കത്തികളിൽ ഒന്നാമതായവൾ സെറയുടെ ഒപ്പം തന്നെയാണ് കക്ഷി പഠിക്കുന്നത്. പാർവതിയും അവരുടെ കോളേജിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവർ ഡേവിഡിൻ്റെ അടുത്ത ഫാമിലി ഫ്രണ്ടാണ്. ഡേവിഡും കാർത്തിക്കും സഹോദരങ്ങളെ കണക്കാണ്. അവർ ചെറുപ്പം മുതലേ ഉള്ള കളിക്കൂട്ടുകാരാണ്. ഡേവിഡിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് കാർത്തിക് എന്നുകൂടി വേണേൽ പറയാം. അവർ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ സെറ കാർത്തിക്കിനും പാർവതിക്കും സ്വന്തം മകളെ പോലെ തന്നെയാണ്. സെറയ്ക്ക് ഇതുവരെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടം ഈ നിമിഷം വരെ തോന്നിയിട്ടുമില്ല. കാരണം പാർവതി സിദ്ധാർത്ഥിനെയും താമരയെയും സെറയെയും ഒരുപോലെ തന്നെയാണ് സ്നേഹിച്ച് വളർത്തിയത്. പാർവതിയും ഒരുപോലെയാണ് പ്രസവിച്ചത്. അന്നു മുതൽ അമ്മയെ നഷ്ടമായ ആ കുഞ്ഞിനെ താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോടൊപ്പം തന്നെ പാലൂട്ടി വളർത്തി. 3 കുഞ്ഞുങ്ങളെയും ഒരുപോലെ കണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു സ്നേഹിച്ചു. അവിടെ മുതൽ പാർവതി സെറയ്ക്ക് പാലൂട്ടി വളർത്തിയ പോറ്റമ്മയായി മാറി. ഹലോ, നമ്മളിവിടെ ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക് കള്ളപരിഭവം കാണിച്ചു. ഉടനെ തന്നെ സെറ കാർത്തിക്കിൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അത് ശരി, ഇത്രയും നാളും പുറത്ത് ജോലി ചെയ്ത് തിരിച്ചു എന്ന് എല്ലാവരെയും കാണാൻ നാട്ടിലേക്ക് വന്നതാണ് ഞാൻ. ഞാനാണോ അതോ ഇവളോ? സിദ്ധു അവരുടെ സ്നേഹപ്രകടനം കണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു ഉണ്ട് കള്ളദേഷ്യത്തിൽ ചോദിച്ചു. കാർത്തിക് തൻ്റെ മകനെ തോളോട് ചേർത്ത് പിടിച്ച് പാർവതി സിദ്ധുവിൻ്റെ തലയിൽ സ്നേഹത്തോടെ തഴുകി. ഓ, സിദ്ധുവിന് കുശുമ്പാണ് പാറോമ്മേ. കാർത്തിക് അച്ഛാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കാണാൻ കാർത്തിക്കിന് സഹിക്കുന്നില്ല. ഓ, പിന്നെ നിന്നോട് കുശുമ്പ് കുത്തിയിട്ട് വേണമല്ലോ എനിക്ക് ജീവിക്കാൻ. നീ പോടി ബാർബി ഗേളെ എന്ന് പറഞ്ഞ് സിദ്ധു സെറയുടെ കവിളിൽ പിടിച്ചു വലിച്ചു. സെറ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് സിദ്ധുവിനെ നോക്കി പുച്ഛിച്ചു. കാർത്തിക്കും പാർവതിയും തങ്ങളുടെ മകളുടെ കുറുമ്പ് നിറഞ്ഞ വർത്തമാനം കേട്ട് ചിരിച്ചുകൊണ്ട് അവരുടെ അകത്തേക്ക് ക്ഷണിച്ചു. പാർവതി അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ നേരെ കിച്ചണിലോട്ട് പോയി. താമ എവിടെ അച്ഛാ? അവളെ കണ്ടില്ലല്ലോ എന്ന് സിദ്ധു ചോദിച്ചു.